പ്രായമേറിയതും ശാരീരികമായിട്ട് ഒട്ടും സ്വയം പര്യാപ്തരല്ലാത്തതുമായിട്ടുള്ള ഗ്രാൻഡ് പാരൻസിനെ കളയാനും ഉപേക്ഷിക്കാനും വെമ്പൽ കാട്ടി നിൽക്കുന്ന ഒരു കൂട്ടം ന്യൂ ജനറേഷൻസിനെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കണ്ടു. അതിൽ 18, 19, 20 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ മുതൽ 40-ന് മുകളിൽ പ്രായമുള്ള ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതിൽ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. കാരണം അവരുടെ പ്രൊഫൈൽ പിക്ക് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അവരുടെ ഐഡിയുടെ ആ ഒരു പിക്ക് കാണുമ്പോൾ അറിയാമല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ അതായത് പ്രായമുള്ള ആളുകൾ, അതും ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞത് അമ്മായിയമ്മമാരെ കുറിച്ചോ അമ്മായിയമ്മമാരുടെ അമ്മമാരെ കുറിച്ചോ അല്ല, സ്വന്തം അമ്മമാരെ കുറിച്ചും ആ അമ്മയുടെ അമ്മയെ കുറിച്ചുമാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഈ അമ്മായിയമ്മമാരെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു അമ്മായിയമ്മമാരുടെ അമ്മമാരെ കൊണ്ടുപോലും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്നും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സ്വന്തം അമ്മമാരെ കുറിച്ചും അമ്മയുടെ അമ്മമാരെ കുറിച്ചും. അപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷൻ മുഴുവൻ സ്വന്തം അമ്മമാരെ കുറിച്ചും അവരുടെ അമ്മമാരെ കുറിച്ചും ഇങ്ങനെ വളരെ ശല്യമായിട്ട് പറഞ്ഞ ആളുകൾ, അതായത് അവരെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്, തെറ്റിനെങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ, ആ ഒരു ജനറേഷൻ ഇപ്പോഴുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തപ്പോൾ എനിക്ക് അത്ഭുതം വന്നു പോയി കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരൊറ്റ പുരുഷന്മാർ ഇതുപോലെ ശല്യമാണ് എന്നുള്ള രീതിയിൽ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അതെന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളൊക്കെ കേട്ടേക്കുന്ന സ്ത്രീകളുടെ ഹൃദയം വളരെ അലിയുന്നതാണ്, മെഴുകുപോലെ ഉരുകുന്നതാണ്. പുരുഷന്മാർ കഠിന ഹൃദയന്മാരാണ്, അതുകൊണ്ട് അവർ കരയുന്നില്ല എന്നുള്ളതൊക്കെയാണല്ലോ നമ്മൾ കേട്ടേക്കുന്നത്. എൻ്റെ ഇന്നലത്തെ കമൻറ്റ് സെക്ഷനിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. പുരുഷന്മാർക്ക് ഹ്യൂമാനിറ്റി ഉണ്ട്, സ്ത്രീകൾക്ക് അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ തൻ്റെ ഇടത്തോടു കൂടി അവർ പറയുന്നു, അവർക്ക് ശല്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നതായിരിക്കും, തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എനിക്കെൻ്റെ ക്യൂരിയോസിറ്റി അടക്കാൻ പറ്റാതെ മിക്ക കമൻറ്റിനും ഞാൻ തിരിച്ച് വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ചോദിക്കുന്നു, അതായത് അവർ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലെ ശല്യമായിട്ടുള്ള ഗ്രാൻഡ് പേരൻസ്, ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവരുടെ വായിൽ നിന്നൊക്കെ വീഴുന്നത് എന്താണെന്നറിയാമോ, ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലത്, തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് നല്ലത്. അത് അഹാന കൃഷ്ണ ഫാമിലി, അവരുടെ ആ ഒരു ഫാമിലിയിലുണ്ടായ കോൺഫ്ലിക്ട്സ്, അതിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയണം, ഒരു ഫാമിലി തല്ലിപ്പിരിയുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമൊന്നുമല്ല. ഞാനിപ്പോഴും ഈ സംസാരിക്കുന്ന സമയത്ത്, ഇന്നലെ വീഡിയോ എടുത്ത സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അഹാനയുടെ കല്യാണമൊക്കെ ആയിരിക്കുന്ന സമയമാണ്. അവർ ഒരുമിക്കേണ്ടവരാണല്ലോ അവർ. പിന്നെ ഇതിന് തൊട്ട് മുന്നേ അഹാനയ്ക്കെതിരെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴേക്ക് അഹാന കൃഷ്ണനെ കുറിച്ച് പറയൂ എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ആ അഹാനയെ കുറിച്ചൊരു വീഡിയോ ഇട്ടതേ ഇല്ല. ബിക്കോസ് അവളുടെ കല്യാണമൊക്കെ അടുത്തിരിക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മളങ്ങനെ വെറുതെ എന്തിനാണ് ഒരു കാര്യം പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ അതിലൊരു തെറ്റുണ്ട്, അതൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയോട് കൂടിയാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അതായത് ഒരു 99% ആ തെറ്റിനെ ന്യായീകരിച്ച് വന്നവരും, ന്യായീകരിക്കുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടാൽ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവർക്ക് എൻ്റെ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായവും പറയാം, നിങ്ങളുടെ മാന്യത അനുസരിച്ച് എന്തും പറയാം. അതുപോലെ തന്നെ അഹാന വീഡിയോ ഇട്ട് നമ്മളത് കണ്ടു, എൻ്റെ അഭിപ്രായം മാന്യതയോടുകൂടി പറഞ്ഞു. പക്ഷേ ആ ചെയ്തത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം വരികയാണ്. അപ്പോൾ ചില ആളുകളോട് ഞാൻ ചോദിച്ചു, അതായത് അവർ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ശല്യക്കാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, ഇവർ ചെയ്തതുപോലെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ശല്യക്കാരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇപ്പോൾ എവിടെയാണ്, അവരെന്ത് ചെയ്യുന്നു, അവരൊക്കെ സേഫ് ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആരും ഒരു റിപ്ലൈയും തന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. ഭയങ്കര ദുരൂഹമായിട്ട് എനിക്ക് തോന്നി. അതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി, അവരെ ഉപദ്രവിച്ചിട്ടോ കൊണ്ട് കളഞ്ഞിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഈ താര ആരാധന മൂത്തിട്ട് ഇവരെ കണ്ണു മറിച്ച് ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവരെല്ലാവരും ഈ കമൻറ്റ് സെക്ഷനിൽ ഈ ഫാമിലി ചെയ്തത് ശരിയാണ്, അമ്മയെ തിരിഞ്ഞു നോക്കാതിരുന്ന അതായത് സഹോദരിമാർ ചേർന്ന് അമ്മയെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്മാരും തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഈ ശല്യക്കാരായിട്ടുള്ള ഈ ബാധ്യതയായിട്ടുള്ള ഈ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ട് കളഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ ഒന്നും ഉണ്ടാവില്ല. അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഈ താരാരാധന മൂത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഒരിക്കലും അമ്മായിയമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ അമ്മയെക്കുറിച്ചോ ഒന്നും അല്ല സംസാരിച്ചത്. ഈ അമ്മായിയമ്മമാർ കാരണം സാക്രിഫൈസ് ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട്, ജീവിതം പോയ പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ?
അമ്മായിയമ്മമാരുടെ അമ്മമാരെ കൊണ്ട് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ട്. അതായത് അവരുടെ 30കളിലും 40കളിലും പോലും വളരെ ഉപദ്രവകാരികളായിട്ടുള്ള അമ്മായിയമ്മമാരും അമ്മായിയമ്മയുടെ അമ്മായിയമ്മ പോലും സഹിക്കേണ്ട ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്നും ന്യായീകരിച്ചല്ല ഞാൻ ചെയ്തത്. ഒരു 20% അമ്മായിമാരും അവരുടെ അമ്മമാരും ഒക്കെ നല്ല സ്നേഹത്തോടു കൂടി വന്നു കയറുന്ന പെൺകുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 80% ആളുകളും വല്ലാണ്ട് വന്നു കയറുന്ന പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യുന്നത്. ഞാനപ്പോൾ അവരെ ഒന്നും ന്യായീകരിച്ചല്ല വീഡിയോ ചെയ്ത് സ്വന്തം അമ്മയെയും സ്വന്തം അമ്മയുടെ അമ്മയെയും അതാരുടെയാണെങ്കിൽ ആ ചെയ്തത് ശരിയല്ല. 2 പെൺമക്കളുണ്ട് എങ്കിൽ അവർ 2 പേരും ചേർന്ന് അഹാനയുടെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒക്ടോബർ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആ കുട്ടി. എന്നിട്ട് പറയുന്നു, ആ ഒരു ദിവസത്തോടു കൂടി ഞങ്ങൾ എല്ലാ കോണ്ടാക്റ്റും നിർത്തി. ചിന്നമ്മയും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും അമ്മൂമ്മയായിട്ടുള്ള കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ റിലേഷൻ കട്ട് ചെയ്തു എന്ന്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ സംസാരിക്കാനേ പാടില്ല. മനസ്സിലായോ? ഞാനതാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ വീടിനുള്ളിൽ എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും ആയിക്കോ, പക്ഷേ യൂട്യൂബ് പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ ചില വേർഡ്സ് റീപ്ലേസ് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ലേ? നാളെ ഇതിലും വലിയ തെളിവുകൾ ഇപ്പം അഹാനയാണെങ്കിലും അഹാനയ്ക്കെതിരെയുള്ള ആളാണെങ്കിലും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അഹാനയെ ചേർത്ത് നിർത്തുന്ന ആളുകൾ പോലും നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എനിക്കത് മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷേ അഹാനയെ സപ്പോർട്ട് ചെയ്തതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് അഹാനയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുന്നേ അഹാന ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഏതോ ഒരു ബൊട്ടീക്കിൻ്റെയാണ് ഒരു ഗ്രീൻ കളറിലെ സാരി, കുറച്ച് അതായത് നമ്മുടെ ക്ലീവേജ് ഒക്കെ കാണുന്ന രീതിയിലൊരു ബ്ലൗസാണ്, ന്യൂഡിൽ സ്ട്രാപ്പ് പോലുള്ളൊരു ബ്ലൗസ്. അതിൽ ഈ കുട്ടിയെ ഒരുപാട് ആളുകൾ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെനക്കിട്ടിരുന്ന് ആ കോമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോഡി ഷെയിം ചെയ്ത ആളുകളെയൊക്കെ നല്ല പറഞ്ഞ് ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റാർസിൻ്റെ നെഗറ്റീവ് കോമൻസിന് അങ്ങനെ മെനക്കിട്ടിരുന്ന് ചെയ്തിട്ടില്ല. ബിക്കോസ് ആ അടിയൊക്കെ റിലീസായ സമയത്തായിരുന്നു. അടി സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും ആലോചിച്ചു, ഈ കുട്ടിക്ക് എന്താ സിനിമ കിട്ടാത്ത? അത്രയും ഭംഗിയാണ്, ഇതിനത്രയും കഴിവുണ്ട്, നാച്ചുറലായിട്ടാണ് ഇത് അഭിനയിക്കുന്നത്, ഇതിനെന്തുകൊണ്ട് സിനിമ കിട്ടുന്നില്ല? പിന്നെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് കോമൻസ് ഇട്ടവർക്കൊക്കെ മെനക്കിട്ടിരുന്ന് നീയൊക്കെ എന്തിനാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കലാകാരി, അവളുടെ മുഖത്ത് നോക്കിയ പോലെ അവളുടെ മുഖത്ത് അത്രയും സൗന്ദര്യമുള്ളപ്പോൾ നീയൊക്കെ ഞാൻ മറ്റുള്ളവരടുത്ത് നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഈ നെഗറ്റീവ് കോമൻറ്റ് ഇട്ടവർക്ക് മെനക്കിട്ടിരുന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാതെ അഹാനയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ കോണ്ടന്റ് ചെയ്യുന്നത്. മനസ്സിലായി? അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എൻ്റെ കർത്താവേ, അതായത് സ്വന്തം അമ്മയെക്കുറിച്ച് ഞാൻ ആ പ്രൊഫൈൽ പിക്കൊന്നും ഇവിടെ ഇടുന്നില്ല. ഒരു ലേഡി മീൻസ് വേണമെങ്കിൽ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. അവർ പറയാണ് ഇതുപോലെ എൻ്റെ അമ്മയും ഉണ്ട്, ശല്യമായിരുന്നു, ആ അമ്മ എവിടെ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ റിപ്ലൈ ഇല്ല. അതിനർത്ഥം അവരവരുടെ അമ്മ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, അഹാനയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കമൻറ്റ് ഇട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ളിലൊക്കെ സ്വന്തം അമ്മയും അമ്മൂമ്മയും കുറിച്ച് കുറ്റപ്പെടുത്തുന്ന പുതിയ ജനറേഷൻസ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത്രമേലുണ്ടോ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുകയും ചെയ്തു കേട്ടോ. ശരിയാണ്, നമ്മൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ, അതായത് ഇതുപോലുള്ള അമ്മമാരോ അപ്പന്മാരോ ഒന്നും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ പൊതുവെ കുറവാണ്. മനസ്സിലായി? വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇവരിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി അകലം പാലിക്കാം. പക്ഷെ കംപ്ലീറ്റ്ലി അവരിൽ നിന്ന്, അതായത് സ്വന്തം അമ്മയും അമ്മൂമ്മയും കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഇപ്പോൾ അമ്മായിയമ്മയാണ് അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ അമ്മയാണ്, അതായത് അവർ നിങ്ങളുടെ ജീവിക്കാനുള്ള നിങ്ങളുടെ റൈറ്റ് നശിപ്പിക്കുന്നുവെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്വന്തം അമ്മയുടെ കാര്യം വരുമ്പോഴും അങ്ങനെയല്ല. അതും 2 പെൺമക്കളാണ് എന്ന് ഓർക്കണം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത്, ആ ഒരു തെറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർ വരികയും അവരുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ അവർക്ക് അത്ര ഭാരമായിരുന്നു, ഇവർ ചെയ്തതാണ് ശരി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പല രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എനിവേയ്സ്, അവരുടെ അമ്മമാർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വെറുതെ തങ്ങളുടെ ഇഷ്ട നായികയെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ വെറുതെ കമൻറ്റ് ഇട്ടതായിരിക്കാം. വാട്ടെവർ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ശാരീരികമായിട്ട് സ്വയം പര്യാപ്തരല്ലാത്ത ഇതുപോലെയുള്ള മാതാപിതാക്കളെ, അല്ലാതെ എഴുന്നേറ്റ് പയർമണി പോലെ നടന്നവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള ക്ലാഷസ് ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചകലം പാലിക്കാം. പക്ഷേ ഇവർക്ക് വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഇതുപോലെയുള്ള ആളുകളെ ഉപേക്ഷിക്കുന്നത്
തൊട്ടടുത്ത്, അതായത് ഒരേ പഞ്ചായത്തിലൊക്കെ ഒരേ മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നത് നിയമപരമായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി, ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, അതായത് ഈ പ്രായമുള്ള അമ്മയ്ക്ക് OCD ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് അവർക്ക് വൃത്തി വളരെയേറെ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രായമുള്ള അമ്മമാരുടെ സ്വഭാവമൊക്കെ എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമുക്കൊക്കെ ഈ മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ എന്ത് സ്വഭാവം എപ്പോഴും എവിടുന്നാണ് കയറി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളൊക്കെ പ്രായമാകുമ്പോഴും ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ആണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും അല്ലേ എന്നുള്ളൊരു കാര്യവും ഞാൻ ചിന്തിച്ചു പോയി. എനിവേയ്സ്, അതായത് ആ പൾസ് നമുക്കറിയാൻ സാധിച്ചു. ന്യൂ ജനറേഷൻ, അവരുടെ പൾസ്, അതോ താരാരാധന മൂത്ത് സ്വന്തം വീട്ടിലുള്ളവരെ ഉപേക്ഷിക്കണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ആളുകളുടെ പൾസ് എനിക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.